എല്ലാവർക്കും നമസ്കാരം. ആത്മീയ സംസ്കാരം 10,000 വർഷം സംസ്കാരമുള്ള ഒരു പാരമ്പര്യമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആ ഒരു സംസ്കൃതിയെ കുഴപ്പിക്കുന്ന കുറച്ച് പഠന രീതിയാണ് ഈ ആധുനിക യുഗത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. പണ്ട് ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെ മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് പരിണാമിച്ചതാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞെന്ന് മാത്രം പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സംസ്കൃതിയോട് വേണ്ടത്ര കൂറില്ലാത്തതുകൊണ്ടും വിനയത്വമില്ലാത്തതുകൊണ്ടുമാണ്. നമുക്കറിയാം, അവതാരങ്ങൾ മത്സ്യം മുതൽ വരാഹം തൊട്ട് ശ്രീകൃഷ്ണൻ വരെയുള്ള അവതാരങ്ങളെ നാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെ ഒരു കുരങ്ങനിൽ നിന്ന് നമ്മൾ മനുഷ്യനായിട്ടുണ്ടെങ്കിൽ, പണ്ട് വേദത്തിൽ പറയുന്ന ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുന്നൊരു കഥയുണ്ട്. കുരങ്ങന് മാംചോട്ടിലിരുന്ന സമയത്ത് അതിന് ചാടാനുള്ള മടിയുണ്ട്, അതിനെ എത്തി വലിയാനൊരാഗ്രഹം. അങ്ങനെ വലിഞ്ഞ് അതിന് നൂരാൻ പറ്റിയെന്നുള്ളൊരു കഥ. എന്നാൽ നമ്മുടെ യുക്തി ബുദ്ധി ചിന്തിക്കും, എന്നാൽ മറ്റുള്ള കുരങ്ങന്മാരും അങ്ങനെ ആവേണ്ടതല്ലേ എന്ന്. നോക്കൂ, നമ്മൾ കാണുന്ന പലതും ഭാഗ്യമായി നിൽക്കുന്നല്ലേ, പുറമേ നിൽക്കുന്ന ഒരു വസ്തുക്കൾ മാത്രമല്ല, ഇതിന് ആന്തരികപരമായുള്ള തലങ്ങളുമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ ക്രൂരത കൊണ്ട്, പീഡനം കൊണ്ട് ഒരു ഭാര്യ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു പെൺകുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവൾ ഒരു പുരുഷ ധൈര്യമുള്ള, ഒരാണത്തമുള്ള ഒരു കുഞ്ഞാവണമെന്ന് ആ അമ്മ എത്രത്തോളം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചു കൊണ്ടുവന്ന തെളിവുകളുണ്ട് നമുക്ക്. ആന്തരികമാണ് പലതും. അതേപോലെ ഒരു കുരങ്ങൻ മനുഷ്യനാവണമെന്ന് അതിനത്രയും ആന്തരികപരമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സംഭവിക്കുന്ന പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നും ശാസ്ത്രലോകം പറയുന്ന, നമുക്ക് നോക്കണം, ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു വൃക്ഷം, അതിൻ്റെ ബീജം മണ്ണിലേക്ക് വീണ് അത് കിളിച്ചു വരുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വളർച്ചയെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു പുഷ്പത്തിൻ്റെ അതിൻ്റെ മണം, ഒരു കുഞ്ഞ് വളരുന്നതിൻ്റെ സൂക്ഷ്മ വളർച്ച, ഇതിനെയൊക്കെ നമ്മൾ നോക്കിയാൽ ശാസ്ത്രം യുക്തി കൊണ്ട് ഒരിക്കലും അതിനെ തെളിയിക്കാൻ പറ്റില്ല. ശാസ്ത്രം പറയുന്ന പോലെ മണ്ണ് യൂറിനിൽ നിന്നും പൊട്ടാസ്യത്തിൽ നിന്നും പല ലോഹങ്ങളിൽ നിന്നും എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് മാവും തെങ്ങും പലതും കായ്ക്കുന്നതെന്ന് പറയുമെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ വ്യത്യാസമാണ്, ഇതിൻ്റെ എല്ലാം രുചികൾ വ്യത്യാസമാണ്, ഇതിൻ്റെ എല്ലാം ശബ്ദങ്ങളും വ്യത്യാസമാണ്. ഇതെല്ലാം ആന്തരികമാണ്. നാം ഉൾപ്പെടെ ഒരു കോഴിയാവട്ടെ, ഒരു ആടാവട്ടെ, ഒരു പശു ആവട്ടെ, എല്ലാം ശ്വസിക്കുന്നത് ഒരൊറ്റ പ്രാണനാണ്. ഈ പ്രാണനെ നാം സ്വീകരിക്കുന്നു, വായുവായി പ്രാണനെ എടുത്ത് നമ്മൾ പ്രാണനായി ഇരിക്കുന്നു, നമ്മൾ പ്രാണനെ നിലനിർത്തുന്നു. ഇത് പുറം തള്ളുമ്പം അത് കാർബണായി പല വൃക്ഷങ്ങളും സസ്യങ്ങളും ഇതിനെ സ്വീകരിക്കുന്നു. പണ്ട് വേദങ്ങളിൽ പറയുന്ന കാര്യമുണ്ട്, സൂര്യനിൽ എന്തൊന്ന് കറുപ്പായി കാണുന്നോ അത് പ്രാണനാണ്, സൂര്യനിൽ എന്തൊന്ന് വെളുപ്പായി കാണുന്നോ അത് ജലമാണ്, സൂര്യനിൽ എന്ത് ചുമലയായി കാണുന്നോ അത് അഗ്നിയാണ്, ചന്ദ്രനിൽ എന്തൊന്ന് കറുപ്പായി കാണുന്നോ അത് അന്നമാണ്, ചന്ദ്രനിൽ എന്തൊന്ന് വെളുപ്പായി കാണുന്നത് ജലമാണ്, ചന്ദ്രനിൽ എന്തൊന്ന് ചുമന്ന് കാണുന്നു അത് അഗ്നിയാണ്. നമ്മൾ പ്രാണൻ സ്വീകരിക്കുന്നു, അതിന് പറ്റിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ഒരുങ്ങുന്നു. ശാസ്ത്രമുണ്ടാവുന്നതിൻ്റെ മുൻപുള്ളതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിനുള്ളിൽ സൃഷ്ടി സംഭവിച്ച ഈ സൃഷ്ടിയിൽ ഒരാൾ ഏർപ്പെടുമ്പോൾ അവൻ ഇതിൻ്റെ അകത്താണ്. നമ്മളൊരു പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട്
നമ്മൾ അവിടെ നിന്നുകൊണ്ട് എന്ത് കണ്ടെത്തുന്നതും അത് പരിമിതിയാണ്. ഇത് ആധ്യാത്മിക ലോകം പറഞ്ഞിട്ടുണ്ട്, ഒരു ദൈവീകത്വം പറയാറുണ്ട്, അറിവുകൾ എപ്പോഴും പരിമിതമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പരിമിതിയിലാണ്, നമ്മൾ ഈ സൃഷ്ടിക്കുള്ളിലാണ്. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നാം കണ്ടെത്തുന്നതെല്ലാം തന്നെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് പലതും തെളിയിക്കുവാനും പാടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ മനുഷ്യനും നമ്മളൊരു 80% ആൾക്കാരുടെ ബുദ്ധിയും എപ്പോഴും ഒരു ശ്രുതബുദ്ധി പോലെ, അതിനൊരു ഇപ്പം നമുക്ക് തന്നെ അറിയാം, ആധ്യാത്മികതയിൽ എത്രയോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിലവിലും വന്ന് നിൽപ്പമുണ്ട്, അറിവുകൾ പകർന്നു നൽകാനുമൊക്കെ. പക്ഷെ നമ്മുടെ ഇതിപ്പം ഗുരു എന്ന് പറയുമ്പം ഞാനൊരു അടിസ്ഥാനത്തിൽ എന്നെ ഉൾപ്പെടെ പറഞ്ഞിതാക്കുകയല്ല ഒരിക്കലും. പക്ഷേ നമ്മുടെ വീട്ടിലൊരാൾ പറഞ്ഞു അയ്യപ്പസ്വാമി ശ്രേഷ്ഠനായിരുന്നു, ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ മഹത്തേറിയ ഒന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിശ്വാസം അവിടെ രൂപീകൽപ്പനപ്പെട്ടു. ആ വിശ്വാസത്തിൽ നമ്മൾ അവരെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ഉൾക്കൊള്ളൽ അങ്ങനെയാണ്, നമ്മുടെ അറിവുകൾ അങ്ങനെയാണ് പലതിൻ്റെയും, ആധ്യാത്മികതയുടെ. എന്നാൽ ചില ആൾക്കാരുടെ അവരുടെ അറിവുകളും അവരുടെ അനുഭവങ്ങളും കൂടിച്ചേർന്നതായതുകൊണ്ട് അവർ ചില കാര്യങ്ങളെ അവർ തെളിയിക്കാൻ നോക്കുന്നു. എന്നാൽ അതും അടിസ്ഥാനമൊന്നും ആകുന്നില്ല, അതും ഒരിക്കലും ഒന്നും നമുക്ക് ശ്രേഷ്ഠത കൊണ്ടുവരാനും പറ്റുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഉപരി തന്നെ ഉണ്ട്, അതാണ് വേദവും ഉപനിഷത്തും എല്ലാം വന്നിരിക്കുന്ന വഴിയും. ഒരു യോഗിയുടെ, ഒരു ഋഷിയുടെ, ഒരു സിദ്ധൻ്റെ ബുദ്ധി എന്ന് പറയുന്നതൊരു ഋതംഭന ബുദ്ധിയാണ്. നമുക്കറിയാം, ശാസ്ത്രമൊക്കെ വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ശ്രദ്ധിച്ചാൽ അറിയാം. മധുര മീനാക്ഷി ക്ഷേത്രം പോയി കാണണം, ശ്രീരംഗം കാണണം. നിങ്ങൾ 10,000-3000 വർഷങ്ങളുടെ ഇന്നും തെളിയിക്കാൻ പറ്റുന്ന ചരിത്രമുള്ള ക്ഷേത്രങ്ങളാണത്. അവിടുത്തെ ഒരു ജോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കല, അതിൻ്റെ ഒരു ആർക്കിടെക്ട് ഇതിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വിദേശികളും വന്ന്. ഒരു ടൂൾസും ഇല്ലാതെ, ഒരു ഇത്രയൊന്നും ആധുനികത്തിൻ്റെ ഉപകരണങ്ങളും ഇല്ലാതെ ഇതേപോലുള്ള ഇത്രയും ഇതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കൊത്തുപണികളും അവിടെ ഇരിക്കുന്ന രൂപങ്ങളും ഇങ്ങനെ പണിയാൻ സാധിക്കുമോ എന്നുള്ളത്. അത്രയും കൃത്യമായുള്ള ജോമെട്രിയിൽ സൂര്യൻ അസ്തമിക്കുന്നത് പോലും ഗർഭഗൃഹത്തിലിരുന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ, അസ്തമിക്കുന്ന സൂര്യൻ ഗർഭഗൃഹത്തിൽ വന്ന് തട്ടുന്ന രീതിയിൽ അത്രയും കൃത്യതയോടുകൂടി. പണ്ട് തന്നെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമി ഉരുണ്ടതാന്നുള്ളത്. എത്രയോ വർഷങ്ങൾക്ക് ശാസ്ത്രം തെളിയിച്ചത്. ചന്ദ്രൻ്റെ ഉള്ളിൽ കറുപ്പാന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പുരാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉപയോഗങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ, ശാസ്ത്ര പഠനങ്ങളോ വരുന്നതിൻ്റെ മുമ്പേ നാം പലതിനെയും കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു. നമ്മുടെ ശാസ്ത്ര സംസ്കൃതി നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ നോക്കണം, ഒരു വ്യക്തിയുടെ, ഒരു കുരങ്ങൻ എങ്ങനെയാണോ ഒരു മനുഷ്യനാവണമെന്ന് തോന്നിയത്, ഒരു മനുഷ്യൻ എങ്ങനെയാണോ പരിമിതികളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴാണോ സംതൃപ്തിയില്ലായ്മ തോന്നുന്നത്, നമ്മൾ കേൾക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ സ്പർശിക്കുന്നതിലോ നമ്മൾ രുചിക്കുന്നതിലോ ഒക്കെ ഒരു കുറവുണ്ടാകുമ്പം നമുക്ക് ആഗ്രഹങ്ങളുണ്ടാകുന്നു. നമ്മൾ ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ടുള്ള പ്രവണത സംഭവിപ്പിക്കുന്നു. ഇതൊന്നും പുരോഗമിയല്ല. ഇതൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക, ലോകം മാറുന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. സ്ഥലകാലങ്ങൾ മാറുമായിരിക്കും, പക്ഷെ ഒരിക്കലും പ്രപഞ്ചത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി പോകുന്നതും പ്രപഞ്ചവുമായിട്ടൊരു ബന്ധവുമില്ലാത്തതാണ്. ഒരു വ്യക്തിക്ക് ജാഗ്രതത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് കുറവുണ്ടാകുമ്പം, ഇന്ദ്രിയങ്ങളിൽ സുഖസൗകര്യങ്ങൾ കുറയുമ്പോഴാണ് ജാഗ്രതയിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആഗ്രഹങ്ങൾ സുഷുപ്തിയിലെത്തുകയും സുഷുപ്തിയിൽ നിന്ന് പ്രാണൻ അതിന് പറ്റിയിട്ടുള്ള ചില സാഹചര്യങ്ങളും ചില ഒരു ഫ്രീക്വൻസി സൃഷ്ടിക്കുകയും അതിന് പറ്റിയിട്ടുള്ള അവസരങ്ങളും ഒഴുകി വരുന്നു.
ഇതും ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിലൊക്കെ. നമ്മുടെ സുഷുപ്തി അവസ്ഥയിലുണ്ടാവുന്ന ഒരു വൈബ്രേഷൻ അത് സൃഷ്ടിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെന്ന് ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ശാസ്ത്രലോകം പോലും. വൈബ്രേഷൻ ചില മാനിഫെസ്റ്റേഷൻസിനെ നടത്തുമെന്നുള്ളത്. അതുകൊണ്ട് ഇത് സുഷുപ്തിയിലെത്തുന്നു, സുഷുപ്തിയിൽ നിന്ന് ഇത് ആഗ്രഹ നിർവ്വാണത്തിലേക്ക് പോകുന്നു. ഇതും സുഷുപ്തിയാണ് ആ അവസ്ഥ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ തലമുറ, നമ്മുടെ കുട്ടികൾ, നമ്മൾ പഠിച്ചു വരുന്ന, ഞാനും ഫിസിക്സും ഒക്കെ പഠിച്ചതാണ്, നമ്മൾ പഠിക്കുന്ന പഠനങ്ങളെല്ലാം തന്നെ ഒരു കുടിയേറ്റ സംസ്കൃതി, ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന്, കച്ചവട ബുദ്ധിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ആ രൂപപ്പെട്ടതിൽ നാം അടിമത്തരം പെട്ട് കിടക്കുകയാണ്. നമ്മളെ അടിമപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര സംസ്കൃതിയെ നമ്മൾ നോക്കണമെന്ന്. നമ്മുടെ രാജാക്കന്മാർ, ആ രാജാക്കന്മാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആന്തരികപരമായുള്ള പരിവർത്തനത്തിനാണ്. ഭാഗ്യമായി നിൽക്കുന്ന, പുറമേ കാണുന്ന സാഹചര്യങ്ങളെ സുഖമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്കതിന് ഒരു സമയമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. എല്ലാ മനുഷ്യനും, യുക്തിവാദിയും വിശ്വാസിയും എല്ലാ ആളുകളും, ശാസ്ത്രജ്ഞനും ദൈവികത്തനും എല്ലാം ആഗ്രഹിക്കുന്ന നിത്യ ആനന്ദമാണ്. ഒരിക്കലും നിശ്ചിത സമയത്തേക്കുള്ളതല്ല. ഇതിനെയാണ് നമ്മൾ കണ്ടെത്തുവാൻ എല്ലാ ശ്രമവും നടത്തുന്നത്. നിത്യ ആനന്ദത്തെ, സ്ഥിരതയുള്ളതിനെ. അപ്പം അതിനവർ മുൻഗണന കൊടുത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന അത്ഭുതപ്പെടുത്തുന്ന പല ക്ഷേത്ര സംസ്കാരവും. എന്നാൽ എന്നാണോ കുടിയേറ്റ സംസ്കൃതി നമ്മളെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ കച്ചവട ബുദ്ധിയുടെ ഇതിലാണ് നമ്മൾ മറന്നു പോകുന്നത്. ഇന്നും മറവിപ്പിക്കുകയാണ് നമ്മളെ മനഃപൂർവ്വം. നമ്മളെ ഒന്നും പഠിക്കാൻ സമ്മതിക്കുന്നില്ല, നമ്മളെ അറിയുവാൻ സമ്മതിക്കുന്നില്ല. ചില വ്യാഖ്യാനത്തിലൂടെ ഇതിനെയെല്ലാം ശരിയാന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. ഒരുത്തനും നിഷേധിക്കാൻ പറ്റില്ല ഉപനിഷത്തിനെയോ വേദത്തിനെയോ ഋഷിയോ മുനിയോ സിദ്ധനോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ. അന്ന് വെച്ചാൽ അവന് ആന്തരികപരമായുള്ള അനുഭവമില്ല. രമണ മഹർഷിയോ ശ്രീരാമ പരമഹംസനെയോ ആദി ശങ്കരാചാര്യരോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവരോരോന്നും പറയുന്നത് എനിക്ക് ഈശ്വരത്വമാണ്, അതെൻ്റെ ശാസ്ത്രമാണ്, എൻ്റെ ആന്തരികപരമായുള്ള അനുഭവമാണ്. എൻ്റെ ആന്തരികപരമായുള്ള അനുഭവത്തിൽ എനിക്ക് ധാരണയാൽ എനിക്കതിനെ അറിയാൻ പറ്റും. വെച്ചാൽ ധ്യാനത്തിലൂടെ ആ അനുഭവം സംഭവിച്ചു, അനുഭവം എനിക്ക് ധാരണയായി, അതെൻ്റെ ശാസ്ത്രവുമായി. അതുകൊണ്ട് നമുക്ക് അനുഭവമുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു നാട്ടിൽ, ഒരു ഒച്ചില്ലാത്ത നാട്ടിൽ ഒച്ചിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ആന്തരികപരമായുള്ള അറിവില്ലെങ്കിൽ നമുക്കിതിനെയൊന്നും നിഷേധിക്കാനുള്ള അവകാശമില്ല. അതിനെ നമുക്ക് ആന്തരികപരമായ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ടുള്ള താന്ത്രിക സംസ്കൃതിയോടുകൂടി, താന്ത്രിക ശാസ്ത്രത്തോടെയും വേദ പഠനങ്ങളോട് കൂടിയിട്ടും എല്ലാത്തിനും നമുക്ക് അവസരം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഭാരതഭൂമിയിൽ അതിൻ്റെ സംസ്കാരത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ശാസ്ത്രത്തിനൊരിക്കലും തെളിയിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ തിരിയണം, നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞാലേ ഇതിനെ കണ്ടെത്താൻ പറ്റും. ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും അവൻ ആന്തരികപരമായ അനുഭവങ്ങളില്ലെങ്കിൽ ഇതെല്ലാം തന്നെ. അതുകൊണ്ടാണ് ശാസ്ത്രം തെളിയിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് ശേഷം വരുന്ന ആൾക്കാരത് മാറ്റി തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉപനിഷത്തും വേദങ്ങളുമായിട്ടൊക്കെ സംഘമുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ വിനയത്വമില്ലാത്തത് കൊണ്ടും അത് ഈ കുടിയേറ്റ സംസ്കാരത്തിൻ്റെ ആയതുകൊണ്ടും അതിനെപ്പോഴും തന്നെ സമ്മതിച്ചു തരാതിരിക്കാനൊരു മനസ്സുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്ന നോക്കുമ്പോഴും ചിലതും അടിസ്ഥാനപരമായി വേദങ്ങളുമായിട്ടും ഉപനിഷത്തുമായിട്ടും ബ്രഹ്മസൂത്രമായിട്ടെല്ലാം കണക്ഷനുള്ളതുമാണ്. അതുകൊണ്ട് അതാണ് ഈശ്വരൻ്റെ ഇത്. എന്തായാലും ഈ സൃഷ്ടിയിൽ ഇതിൻ്റെ ഒരു ഗുണമാണ് മായ എന്ന് പറയുന്നതും ലീല എന്ന് പറയുന്നതും. അതുകൊണ്ട് നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ആന്തരികപരമായ അനുഭവത്തിലൂടെയേ നമുക്ക് ഈ സത്യത്തെ അറിയാൻ പറ്റുള്ളൂ. അറിവിനുപരി തന്നെ വാക്കുകൾക്കും കേൾവികൾക്കും സ്പർശനത്തിനും എല്ലാത്തിനും ഉപരി തന്നെ ആന്തരികപരമായൊരു ജീവനുണ്ട്. മരണമെടുക്കുമ്പം ചിലവർക്ക് അറിയാൻ പറ്റും ആ രഹസ്യത്തെ, ഞാനൊരു ജീവനായിരുന്നു, അത് ഉറപ്പാണ്. ഇന്ന് നിങ്ങളിതിനെ ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും
അധികം വർഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മരണമെടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു പ്രാണനായിരുന്നു. ആ പ്രാണൻ എന്തിന് ജീവിക്കുന്നെന്നും എന്തിനാണ് എൻ്റെ ജീവൻ്റെ അടിസ്ഥാനം എന്നുള്ളതും കണ്ടെത്തണമെങ്കിൽ ആന്തരികപരമായുള്ള അനുഭവങ്ങളിലൂടെ സംഭവിക്കുള്ളൂ. അതിന് മാത്രമേ എന്തും അറിയുവാനും പറ്റുള്ളൂ. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ഒരിക്കലും ആന്തരികപരമല്ലാത്തതുകൊണ്ട് അതിനെയൊന്നും ശരിവെക്കുവാനും പറ്റില്ല. നമസ്കാരം.